എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സംസാരിക്കുന്നത്. അതെ, ഈ ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷത്തിനിടയിൽ ഡിജിറ്റൽ ലോകത്തും കാര്യങ്ങൾ കുറച്ച് തീവ്രമാണ്. ശരിയാണ്. പ്രത്യേകിച്ചും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് AI വെച്ചുണ്ടാക്കുന്ന വ്യാജ ചിത്രങ്ങളും വീഡിയോകളും. അതെ, അത് കാര്യങ്ങൾ വഷളാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് നോക്കാം. ഒറ്റ നോട്ടത്തിൽ ഒറിജിനൽ പോലെ തോന്നിപ്പിക്കുന്ന ഈ വ്യാജന്മാരെ നിങ്ങൾക്കെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇത് വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇത്തരം ഫേക്ക് ഇൻഫർമേഷൻ ഉണ്ടല്ലോ, അത് പൊതുജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും ഈ നിലവിലുള്ള സംഘർഷങ്ങൾ ഒന്നുകൂടി ആളിക്കത്തിക്കാനും ഒക്കെ അതിന് പറ്റും. ശരിയാണ്. AI ടെക്നോളജി ആണെങ്കിൽ അത് അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് വളരുന്നത്. അപ്പോൾ ഈ ഫേക്സ് കൂടുതൽ റിയലിസ്റ്റിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ഈ AI ഉണ്ടാക്കുന്ന കണ്ടന്റിന്റെ ചില ലക്ഷണങ്ങൾ, പിന്നെ അത് കണ്ടുപിടിക്കാനുള്ള ചില വഴികൾ, അതൊക്കെ ഒന്ന് നോക്കാം. അതെ, നമുക്ക് ഈ AI ചിത്രങ്ങളിൽ നിന്ന് തുടങ്ങാം. പലപ്പോഴും ഒറിജിനലിനെ പോലെ തന്നെ തോന്നും. എന്നാലും സൂക്ഷിച്ചു നോക്കിയാൽ ചില പ്രശ്നങ്ങൾ കാണാൻ പറ്റും എന്ന് പറയുന്നു, അല്ലേ? തീർച്ചയായും. എന്തൊക്കെയാണത്? പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് വെളിച്ചവും നിഴലുകളുമാണ്. ഇപ്പോൾ ഒരു ചിത്രത്തിൽ തന്നെ പല വസ്തുക്കൾക്ക് പല ഡയറക്ഷനിൽ നിഴൽ കാണുന്നുണ്ടെങ്കിൽ അതൊരു സൂചനയാണ്. ഓക്കെ. പിന്നെ ലൈറ്റിന്റെ സോഴ്സ് എവിടുന്നാണെന്നൊരു ക്ലാരിറ്റി ഇല്ലെങ്കിലും സംശയിക്കണം. അതുപോലെ ഈ ടെക്സ്ചറുകൾ, അതായത് ഓരോ സർഫസിന്റെയും ഒരു ഫീൽ, പ്രതലങ്ങൾ. അതെ, പ്രതലങ്ങൾ, അതിലൊരു യോജിപ്പില്ലായ്മ അല്ലെങ്കിൽ വസ്തുക്കളുടെ അനുപാതം, സൈസൊക്കെ, അതിലൊരു പ്രശ്നം വരാം, പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങളിൽ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ശരീരഭാഗങ്ങളിലെ പ്രശ്നങ്ങൾ. ശരീരഭാഗങ്ങളിലെ പ്രശ്നങ്ങൾ. അപ്പം നേരത്തെ സൂചിപ്പിച്ച ആ 6 വിരലുകൾ പോലുള്ള കാര്യങ്ങളാണോ? അതെങ്ങനെ വരുന്നു? കൃത്യമായി അതുതന്നെ. മനുഷ്യന്റെ കൈ പോലെയുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഭാഗങ്ങളുണ്ടല്ലോ, അത് കൃത്യമായി ഉണ്ടാക്കാൻ AI ഇപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം അതിന് കിട്ടുന്ന ഡേറ്റയിൽ ഒരുപാട് വേരിയേഷൻസ് ഉണ്ടാവും. ഓക്കെ. അതുകൊണ്ട് ചിലപ്പം 6 വിരലുകൾ, അല്ലെങ്കിൽ കൈകാലുകൾ ഒരുമാതിരി വളഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ കഴുത്തിന് അസ്വാഭാവികമായ നീളം, ഇതൊക്കെ കാണാം. മുഖത്തിന്റെ കാര്യത്തിലോ? മുഖഭാവങ്ങളിലും ഈ പ്രശ്നം വരാം. ചിലപ്പോൾ മൂക്ക്, ചെവി, അതിൻ്റെയൊക്കെ സ്ഥാനത്തിൽ ചെറിയൊരു മാറ്റം, കണ്ണുകൾ പാരലൽ അല്ലാതെ ഇരിക്കുക, പിന്നെ സ്കിന്ന് ഒരു പ്ലാസ്റ്റിക് പോലെ തോന്നുക, മുടിയിലാണെങ്കിൽ ഒട്ടും എണ്ണമയമില്ലാതെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ. ഇതൊക്കെ AI ഉണ്ടാക്കിയതിന്റെ ലക്ഷണങ്ങളാകാം. ആ ഭാവങ്ങളിലും ഒരു കൃത്രിമത്വം കാണുമോ? ഉണ്ടാവാം. ചിലപ്പോൾ ഭാവങ്ങൾ കുറച്ച് മെക്കാനിക്കലായിരിക്കും. ഒരു യഥാർത്ഥ ഫീലിംഗിന്റെ ഒരു ഡെപ്ത് ഉണ്ടാവില്ല. ഒരു മെക്കാനിക്കൽ ദുഃഖം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ പശ്ചാത്തലവും ശ്രദ്ധിക്കണമെന്ന് തോന്നുന്നു. ചിലപ്പോൾ AI ഫോക്കസ് ചെയ്യുന്നത് പ്രധാന ഒബ്ജക്റ്റിലായിരിക്കുമല്ലോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പ്രശ്നങ്ങൾ വരാറുണ്ടോ? ശരിയാണ്. പശ്ചാത്തലം പലപ്പോഴും കുറച്ച് അവ്യക്തമായിരിക്കും. അല്ലെങ്കിൽ അവിടെ കാണുന്ന കാര്യങ്ങൾക്ക് ഒരു ലോജിക് ഉണ്ടാവില്ല. ചിത്രത്തിന്റെ അരികുകളിലോ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഒരു മങ്ങൽ, അല്ലെങ്കിൽ പിക്സൽസ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കാണുന്നത്, പിക്സലേഷൻ, അങ്ങനെയുള്ള ടെക്നിക്കൽ പ്രശ്നങ്ങളും കാണാം. ഇനി നമുക്ക് വീഡിയോകളിലേക്ക് വരാം. ഈ ഡീപ് ഫേക്ക് എന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നില്ലേ? അത് ഇതിൽപ്പെടും, അല്ലേ? അതെ അതെ. അത് തിരിച്ചറിയാൻ എന്തെങ്കിലും വഴികളുണ്ടോ? ഉണ്ട്. വീഡിയോകളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സംസാരിക്കുന്ന ആളുടെ ചുണ്ടിന്റെ ചലനവും നമ്മൾ കേൾക്കുന്ന ശബ്ദവും തമ്മിലുള്ള ഒരു ചേർച്ച, ലിപ്സിങ്ക് എന്ന് പറയും. ലിപ്സിങ്ക്. അതിൽ പ്രശ്നങ്ങളുണ്ടാവാം. കാരണം ഓരോ ശബ്ദത്തിനുമനുസരിച്ച് മുഖത്തെ പേശികളും ചുണ്ടുമൊക്കെ ചലിപ്പിക്കുന്നത് റീക്രിയേറ്റ് ചെയ്യാൻ AIക്ക് കുറച്ച് പാടാണ്. ഓക്കെ. അതുപോലെ മുഖഭാവങ്ങൾ ഇടയ്ക്കിങ്ങനെ ഒരു മരവിപ്പ് പോലെയാവുക, കണ്ണുകൾ ചിമ്മുന്നതിലൊരു സ്വാഭാവികതയില്ലാതിരിക്കുക, പിന്നെ ശരീരചലനങ്ങളിൽ ചെറിയൊരു വിറയൽ അല്ലെങ്കിൽ ഒരു യാന്ത്രികമായ ഫീൽ, ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചില ഭാഗങ്ങൾ ബ്ലറായി കാണുന്നതോ? അതുമൊരു സൂചനയാണോ? അതെ, വീഡിയോയുടെ ചില ഭാഗങ്ങളിൽ ക്ലാരിറ്റി കുറയുക, പിക്സലേറ്റഡ് ആവുക, അതും ഒരു സൂചനയായിട്ടെടുക്കാം. ശബ്ദത്തിന്റെ കാര്യമോ? ചിലപ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഒരു റോബോട്ടിക് ടോൺ പോലെ തോന്നാറില്ലേ? തീർച്ചയായും. ശബ്ദം ചിലപ്പോൾ വളരെ ആർട്ടിഫിഷ്യൽ ആയിരിക്കും, അല്ലെങ്കിൽ ആ സംസാരത്തിൽ ഒരു ഇമോഷണൽ വേരിയേഷൻ ഉണ്ടാവില്ല. പിന്നെ വീഡിയോയിലെ ആളുടെ മുഖഭാവവും ആ ശബ്ദവും തമ്മിലൊരു ചേർച്ചക്കുറവ്, ഇതൊക്കെ ഡീപ് ഫേക്ക് വീഡിയോകളിൽ സാധാരണ കാണുന്നതാണ്. എന്നാൽ ഈ സൂചനകൾ മാത്രം വെച്ച് ഉറപ്പിക്കാൻ പറ്റുമോ?
ഇല്ലല്ല, അതുമാത്രം വെച്ച് ഒരു നിഗമനത്തിലെത്തുന്നത് ശരിയല്ല. കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ നോക്കണം. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇത് ഫേക്കാണോ അല്ലയോ നമ്മൾ ഉറപ്പിക്കുക? കണ്ടതും കേട്ടതും മാത്രം വിശ്വസിക്കാൻ പറ്റില്ലല്ലോ ഇന്നത്തെ കാലത്ത്. അവിടെയാണ് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത്. ആദ്യം തന്നെ അതിന്റെ സന്ദർഭം പരിശോധിക്കുക. ഈ ചിത്രമോ വീഡിയോയോ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അതിന്റെ സോഴ്സ് അത് വിശ്വസിക്കാൻ പറ്റുന്നതാണോ? ആ പ്രമുഖമായിട്ടുള്ള കുറച്ച് വിശ്വാസ്യതയുള്ള മീഡിയ ഒക്കെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. സാധാരണ ഈ വ്യാജന്മാർക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഉറവിടമുണ്ടാവില്ല. ഈ ടെക്നോളജിയുടെ സഹായം തേടാമെന്നും കേട്ടിട്ടുണ്ട്, ഈ റിവേഴ്സ് ഇമേജ് സെർച്ച് പോലുള്ളവ. അതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക? അതെ, അത് നല്ലൊരു വഴിയാണ്. ഗൂഗിൾ ഇമേജസ്, ടിൻഐ പോലുള്ള സൈറ്റുകൾ ഉപയോഗിച്ച് ഒരു ചിത്രം അത് ഇന്റർനെറ്റിൽ ഇതിനു മുൻപ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. റിവേഴ്സ് ഇമേജ് സെർച്ച് ഇത് ആ ചിത്രത്തിന്റെ ഒറിജിനൽ സോഴ്സ് കണ്ടെത്താനും അത് എഡിറ്റ് ചെയ്തതാണോ എന്നൊക്കെ മനസ്സിലാക്കാനും ചിലപ്പോൾ സഹായിക്കും. ഓക്കെ. അതുപോലെ ചിത്രങ്ങളിൽ തന്നെ ചില വിവരങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാവും. മെറ്റാഡാറ്റ എന്ന് പറയും. അതായത് എപ്പോ എടുത്തു, ഏത് ക്യാമറ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് ചെക്ക് ചെയ്യാൻ xf.tools, ഫോറൻസിക്കലി പോലുള്ള ടൂളുകളുണ്ട്. വീഡിയോകൾ അനലൈസ് ചെയ്യാൻ ഇൻവിഡ് പോലുള്ള ടൂളുകളും ഉപയോഗിക്കാം. ഈ വാസ്തവ് AI എന്നൊരു ഇന്ത്യൻ ടൂളിനെ പറ്റിയും നിങ്ങളുടെ ഉറവിടങ്ങളിൽ പറയുന്നുണ്ടല്ലോ. കാര്യമാണ്. ഇന്ത്യയിലെ സീറോ ഡിഫൻസ് സെക്യൂരിറ്റി എന്നൊരു സ്ഥാപനം ഉണ്ടാക്കിയതാണ് വാസ്തവ് AI. അതൊരു ഡീപ് ഫേക്ക് ഡിറ്റക്ഷൻ സിസ്റ്റമാണ്. ഏകദേശം 99% അക്യുറസിയോടെ ഫേക്ക് കണ്ടന്റ് തിരിച്ചറിയുമെന്നാണ് അവർ പറയുന്നത്. 99%? അത് കൊള്ളാമല്ലോ. അതെ, ഇത് ശരിക്കും ഈ നിയമപാലകർക്കും മീഡിയക്കാർക്കൊക്കെ വലിയൊരു സഹായമായേക്കാം. കാരണം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? AI വെച്ചുള്ള ഈ വ്യാജ പ്രചാരണങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ പോലെ സെൻസിറ്റീവായ വിഷയങ്ങളിൽ അതൊരു യാഥാർത്ഥ്യമാണ്. അതെ, അതിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പറ്റും. ഒരു തെറ്റായ ചിത്രം മതി ചിലപ്പോൾ കാര്യങ്ങൾ ആളിക്കത്തിക്കാൻ. ശരിയാണ്. എന്നാൽ നമ്മളിപ്പോൾ സംസാരിച്ച പോലെ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ, ഒന്ന് ക്രിട്ടിക്കലായി ചിന്തിച്ചാൽ നിങ്ങൾക്കും ഇതിൽ പലതും തിരിച്ചറിയാൻ പറ്റും. എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുന്നതിന് മുൻപ് ഒരു നിമിഷം ആലോചിക്കുക. സംശയം തോന്നിയാൽ ഒന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. തീർച്ചയായും. ടെക്നോളജി വളരുന്നതിനനുസരിച്ച് അതിന് നേരിടാനുള്ള വഴികളും വരും. ഈ വാസ്തവ് AI ഒക്കെ അതിനൊരു ഉദാഹരണമാണ്. പക്ഷേ ടെക്നോളജിക്കപ്പുറം ഡിജിറ്റൽ സാക്ഷരത, അതായത് നമുക്കുള്ള അറിവ്, പിന്നെ വിമർശനാത്മകമായി ചിന്തിക്കാനുള്ള കഴിവ്, കാണുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യാനുള്ള ഒരു മനസ്സ്, ഉത്തരവാദിത്തത്തോടെ വിവരങ്ങൾ കൈകാര്യം ചെയ്യാനുള്ളൊരു ബോധം, ഇതൊക്കെയാണ് ശരിക്കും നമ്മുടെ ഏറ്റവും വലിയ ഡിഫൻസ്. ശരിയാണ്. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം. വ്യക്തിപരമായി നമ്മൾ ഫേക്ക് ന്യൂസ് തിരിച്ചറിയുന്നതിനപ്പുറം ഒരു സമൂഹം എന്ന നിലയിൽ ഇതുപോലുള്ള വലിയ ഡിജിറ്റൽ ആക്രമണങ്ങളെ നേരിടാൻ നമുക്കൊരുമിച്ച് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾ ഓരോരുത്തരും വിവരങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ചൊന്നുകൂടി ആലോചിക്കുന്നത് അത് നന്നായിരിക്കും.